ഹായ് ഹലോ സ്നേക് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് വില്ലൂന്നി അഥവാ കൊമ്പേറി എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രോൺസ് ബാക്ക് സ്നേക്സിനെ കുറിച്ചാണ്. പല സ്ഥലങ്ങളിലും പല നിറത്തിലും പല തരത്തിലും കാണപ്പെടുന്ന ഇവയുടെ നാവിൻ്റെ കളറിലുള്ള വ്യത്യാസം പോലും ഈ സ്റ്റോറിയിലൂടെ കാണിക്കുന്നതാണ്. മാത്രവുമല്ല ഇവയെ ചുറ്റിപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും നിലനിൽക്കുന്നുണ്ട്. അവ എന്താണെന്നും അവയുടെ യാഥാർത്ഥ്യം എന്താണെന്നും ഈ സ്റ്റോറിയിലൂടെ വിശദമാക്കുന്നതാണ്. പാമ്പുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. തറയിലൂടെ മാത്രമല്ല ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് അതിവേഗം എന്ന് പറഞ്ഞാൽ പോരാ, മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരുതരം പാമ്പാണ് വില്ലൂന്നികൾ. വളരെ മെലിഞ്ഞതും നീളമുള്ളതുമായ ശരീരത്തോടു കൂടിയ ഇവ മരച്ചില്ലകളിലോ ചെടികൾക്കിടയിലോ ഇരുന്നാൽ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല. കാരണം അവയുടെ നിറം തന്നെയാണ്. വില്ലൂന്നികളിൽ ഏറിയ ഭാഗവും മഞ്ഞയോ തവിട്ട് നിറത്തിലോ കലർന്ന ശരീരത്തിൽ നീലപ്പുള്ളികൾ അടങ്ങിയിട്ടുള്ളവയാണ്. ഇവയുടെ അടിവശം വെള്ളയോ വെള്ള കലർന്ന മഞ്ഞയോ ആയിരിക്കാം. വനങ്ങളിലും പാറക്കൂട്ടങ്ങളിലും കുറ്റിക്കാടുകളിലും മാത്രമല്ല, പൂന്തോട്ടങ്ങളിലും ചെടികളിലും ഇലപ്പടർപ്പുകളിലും ഇവ ധാരാളമായി കണ്ടുവന്നിരുന്നു. എന്നാൽ ഇന്ന് ഇത് അന്യം നിന്ന് പോകുന്ന ഒരു പാമ്പ് തന്നെയാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 4 പെടുന്ന ഇവ തികച്ചും വിഷമില്ലാത്ത ഒരു പാമ്പ് തന്നെയാണ്. പകൽ സമയങ്ങളിൽ ഇരപിടിക്കാറുള്ള ഇവ പല്ലി, തവള, ചെറുപക്ഷികൾ, ചെറിയ സസ്തനികൾ എന്നിവയാണ് ആഹാരമാക്കാറുള്ളത്. കൊമ്പേറി പാമ്പുകളെ കൊമ്പേറി മൂർഖൻ, മരപ്പാമ്പ്, വില്ലൂന്നി, വില്ലൂരാൻ, വില്ലേരി എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. യാദൃച്ഛികമായി ഇവയുടെ കടി കിട്ടിയാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. തികച്ചും വിഷമില്ലാത്ത പാമ്പ് തന്നെയാണ് കൊമ്പേറികൾ. പല സ്ഥലങ്ങളിലും കാണപ്പെടാറുള്ള കൊമ്പേറികളുടെ ശരീരത്തിൻ്റെ നിറഭേദങ്ങൾ അനുസരിച്ച് അവയുടെ നാവിൻ്റെ നിറത്തിലും വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ചുവപ്പും തവിട്ടും നീല കലർന്ന കറുപ്പും എന്നിങ്ങനെ പല നിറത്തിലുള്ള നാവുകളുള്ള കൊമ്പേറികൾ കാണപ്പെടാറുണ്ട്. പല സ്ഥലങ്ങളിലും കാണപ്പെടുന്ന കൊമ്പേറികളെ പ്രധാനമായും 6 തരംതിരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് ഈ കാണുന്ന ബ്രോൺസ് ഹെഡഡ് വൈൻ സ്നേക്ക് അഥവാ ചോലപ്പച്ചോലൻ എന്നറിയപ്പെടുന്നത്. ഇത് അശോക്സ് ബ്രോൺസ് ബാക്ക്, വരയൻ വില്ലൂന്നി. കാട്ടുകൊമ്പേറി എന്നറിയപ്പെടുന്ന ഗിരീസ് ബ്രോൺസ് ബാക്ക്. ഇത് മലകൊമ്പേറി എന്നറിയപ്പെടുന്ന ലാർജ് ഐഡ് ബ്രോൺസ് ബാക്ക്. നാൽവരയൻ കൊമ്പേറി എന്നറിയപ്പെടുന്ന സൗത്തേൺ ബ്രോൺസ് ബാക്ക്. വില്ലൂന്നി എന്നറിയപ്പെടുന്ന കോമൺ ബ്രോൺസ് ബാക്ക് സ്നേക്സ് ആണിത്. കൊമ്പേറികളെ കുറിച്ച് പണ്ട് കാലങ്ങളിലെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടന്നിരുന്ന ചില കെട്ടുകഥകളെക്കുറിച്ച്, അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം. അതിൽ മുഖ്യമായ ഒന്നാണ് കൊമ്പേറി പറന്നുവന്ന് കാതിൽ ഊതുമെന്നും കൊമ്പേറി കടിച്ച ശേഷം ആ പാമ്പ് ഉയരമുള്ള ഒരു മരക്കൊമ്പിൽ തലകീഴായി കിടക്കുമെന്നും അതിലൂടെ വിഷം ശരീരത്തിൽ വേഗം വ്യാപിക്കുമെന്നും പിന്നെ ആ ആളിനെ കട്ടയ്ക്കെടുക്കുന്ന പുക കണ്ടതിന് ശേഷം മാത്രമേ ആ പാമ്പ് മടങ്ങുകയുള്ളൂ എന്നതും നമ്മളിൽ പലരുടെ മനസ്സിലും പതിഞ്ഞ കാര്യങ്ങളാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ, മരത്തിന് മുകളിൽ നിന്നൊരു പാമ്പ് നമ്മുടെ തലയിൽ വീഴുമ്പോൾ അത് വെപ്രാളപ്പെട്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തും അത് പരതാൻ ശ്രമിക്കും. അപ്പോൾ ഏത് ഹോള് കണ്ടാലും അത് കയറാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ മൂക്കിൻ്റെ ഹോളായിരിക്കാം, അല്ലെങ്കിൽ ചെവിയുടെ ഹോളായിരിക്കാം. അപ്പോൾ ചെവിയുടെ ഹോളിലേക്ക് അത് കയറാൻ ശ്രമിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവരാരായാലും പറയും അത് ചെവിയിലൂതുകയാണ് എന്ന തെറ്റിദ്ധാരണയാണ് പരക്കെ വ്യാപിച്ചിട്ടുള്ളത്. അല്ലാതെ പാമ്പുകൾ ചെവിയിൽ ഊതാൻ വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കണമെന്നില്ല കേട്ടോ. അതെവിടെ ഹോള് കണ്ടാലും കയറാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. പിന്നെ കൊമ്പേറി ആരെങ്കിലും കടിച്ച ശേഷം ആ പാമ്പ് ഉയരമുള്ള മരത്തിൽ തല കീഴായി കിടക്കുമെന്നും ആ തല കീഴായി കിടക്കുന്നതിലൂടെ കടിച്ച ആളിൻ്റെ ശരീരത്തേക്ക് വിഷം കൂടുതലായി വേഗത്തിൽ വ്യാപിക്കുമെന്നും അങ്ങനെ മരണം സംഭവിക്കുമെന്നും ആ മരണം സംഭവിച്ച ശേഷം കട്ടയ്ക്കെടുക്കുന്ന പുക അങ്ങ് അകലെ നിന്ന് പാമ്പ് കണ്ടതിന് ശേഷം മാത്രമേ അത് മടങ്ങിപ്പോകാറുള്ളൂ എന്നും പറയാറുണ്ട്. അതിലൊന്നും യാതൊരു കാര്യമല്ല.
കാരണം തികച്ചും വിഷമില്ലാത്ത ഒരു പാമ്പ് തന്നെയാണ് കൊമ്പേറി അഥവാ വില്ലൂന്നി. പാമ്പുകൾക്ക് വൈരാഗ്യ ബുദ്ധിയോ ഓർമ്മശക്തിയോ തീരെ ഇല്ലാത്തവയാണ്. ആയതിനാൽ എവിടെയെങ്കിലും പുക കണ്ടാൽ അത് താൻ കടിച്ച ആളിൻ്റെ കട്ടയ്ക്കെടുക്കുന്ന പുകയാണെന്ന് തിരിച്ചറിയാനുള്ള ദിവ്യശക്തിയൊന്നും പാമ്പുകൾക്കില്ല എന്നുകൂടി മനസ്സിലാക്കുക. പ്രാണരക്ഷാർത്ഥം പാമ്പുകൾ ആരെങ്കിലും കടിച്ചാൽ അവിടെ തന്നെ നിൽക്കാൻ നോക്കില്ല, അത് എവിടേക്കെങ്കിലും ഓടി മറയാനേ ശ്രമിക്കൂ. വില്ലൂന്നി അഥവാ കൊമ്പേറിയെക്കുറിച്ചുള്ള ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു അറിവുമായി വീണ്ടും കാണുന്നത് വരെ ബൈ. ഇറ്റ്സ് രാജി സൈനിങ് ഓഫ്.